ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടായ പനീർ തയ്യാറാക്കാം. ഒരു സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു പാൻ വെച്ചു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. ശേഷം ക്യാപ്സിക്കം, ഉള്ളി അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞതാണ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വാട്ടിയെടുക്കുക. 2 മിനിറ്റോളം വാട്ടിയെടുക്കുക. ശേഷം അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് 400 ഗ്രാം അളവിൽ പനീർ ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ശേഷം നമുക്കതിനകത്തേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലി, 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക്, അതേപോലെ പട്ട, ലീഫ്, ജീരകം, ഗ്രാമ്പു, ഉണക്കമുളക് ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് അതേ ചട്ടി തന്നെ 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് 5 വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞിട്ടുള്ള ജിഞ്ചർ, വലിയ ഉള്ളി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഉള്ളി വാടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ശേഷം തണുത്തതിന് ശേഷം നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. തരിയൊന്നും കൂടാതെ അരച്ചെടുക്കണം. ശേഷം അതേ ചട്ടിയിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർക്കണം. 1 ടീസ്പൂൺ അളവിൽ ബട്ടറും ചേർത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ്, തക്കാളി പേസ്റ്റ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നന്നായിട്ട് കുറുകി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അത്യാവശ്യം നന്നായിട്ട് സെറ്റായി നമ്മളെ മസാലക്കൂട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, അതേപോലെ ഉള്ളി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമുക്ക് അതിനകത്തേക്ക് 1.5 കപ്പ് അളവിൽ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 10 മിനിറ്റോളം ഒന്ന് വേഗം വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതേസമയം ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനകത്തേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചെടുക്കാം. നിങ്ങളടുത്ത് ക്രീം ഇല്ലെങ്കിൽ ഒരു 5-10 കാഷ്നട്ട് വെള്ളത്തിലിട്ട് പൊതിർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പിടി കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ കടായി പനീർ തയ്യാറുണ്ട്. എല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കി നോക്കണം. വളരെയധികം സ്വാദിഷ്ടമായ രൂപമാണ്. അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഏവർക്കും എൻ്റെ നമസ്കാരം.